ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ 2 മാസം അടിച്ചു പൊളിക്ക് ശേഷം തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇറങ്ങിയപ്പോ തന്നെ അടിപൊളി മഴയായിരുന്നു. ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ചു നേരം മുന്നേ വരെ ഞങ്ങളൊരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ. എന്റെ പൊന്നെ, അന്നേരത്തെ മഴക്കാറുകൊണ്ടാണെന്ന് തോന്നുന്നു കൂരാക്കൂരി ഇരുട്ടായിരുന്നു. ചില സ്ഥലത്ത് കുഴിയൊക്കെ ഉള്ളിടത്തൊന്നും കാണുന്നില്ല. കുഴിയൊക്കെ വെള്ളം നിറഞ്ഞു നടന്നിട്ടേ അത്രമാത്രം മഴ പെയ്തായിരുന്നു. അപ്പോൾ ഈ തലേ ദിവസം നമ്മൾ കിടക്കാനായിട്ട് നമ്മൾ ഭയങ്കര പ്ലാനിങ് ആണ്. രാവിലെ തന്നെ എത്രയും നേരത്തെ എണീക്കാൻ പറ്റും അത്ര നേരത്തെ എണീറ്റ് വേഗം തന്നെ ഇറങ്ങണം, ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ ബാംഗ്ലൂർ എത്തണം എന്നൊക്കെയാണല്ലോ. പക്ഷെ മഴ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 1.5 മണിക്കൂർ നമ്മളിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകണമെന്ന് അറിയില്ലേ, അതുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പിൽ നമുക്ക് ഇതേപോലെ മഴ കിട്ടണത്. എന്തായാലും മഴയൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറി കേട്ടോ. അതിനുശേഷം ഓടി വന്നപ്പോൾ കാണുന്ന വ്യൂകളാണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ കാണാൻ? സംഭവം റോഡ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റും. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ ഒരാളിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ആൾക്ക് ഇതൊക്കെ വ്യൂ ഒക്കെ മിസ്സാവും അല്ലേ. പുറത്തുനിന്ന് ഒരാൾ ഡ്രൈവറാക്കി വെച്ചിട്ട് നമുക്ക് ഒരാൾക്കൊണ്ട് ഒരുമിച്ചിരുന്നിട്ട് എൻജോയ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ കാറൊക്കെ ഓടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്കിങ്ങനെ വ്യൂസ് ശരിക്കും ഇരുന്ന് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. നമ്മൾ ഈ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വ്യൂസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരും. മഴയൊക്കെ പെയ്തുകൊണ്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ ചെറിയൊരു സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ക്ലിയർ ആയിട്ട് ആ ഒരു ഭംഗിയുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി എന്തായാലും കിട്ടത്തില്ല. എന്നാലും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ശരിക്കും കാണുമ്പോണ്ടല്ലോ, വാവ് എന്ത് രസമാണെന്നറിയോ. ചുമ്മാ ഇങ്ങനെ നോക്കിക്കാൻ തോന്നും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിക്കും ഓക്കെ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കണ്ടതിന് ശേഷമൊക്കെ പോവാന്ന്. പക്ഷേ നടക്കൂല. നമുക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തിയിട്ട് വേണം അവിടെ ഇനി കുറെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതാലോചിക്കുമ്പോൾ എൻ്റെ പൊന്നൊന്ന് പിന്നെ വേഗം ഓടിച്ചു പോവാം എന്നേ വിചാരിക്കത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്താലോ എന്നൊക്കെ എനിക്ക് ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഓർത്ത് വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ നമുക്കത് പറ്റില്ല. പോകുന്ന വഴിക്ക് നമുക്ക് വല്ല ശരവണ ഭവനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉടുപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കയറാം എന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ നമ്മൾ വേറൊന്നും കരുതിയിട്ടില്ല. ഫുഡൊന്നും ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് നമുക്കങ്ങനെ വിശപ്പിനെ മാറ്റാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന വഴിക്കാണ് നമുക്ക് ശരവണഭവനെ കിട്ടിയത്. ശരവണഭവൻ ഒരുപാടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ശരവണഭവനെ കാണുന്നുണ്ട്. പക്ഷെ അതിലേതാണ് ശരിക്കും ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം കടയിൽ തന്നെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ആദ്യം കണ്ട റെസ്റ്റോറൻറ്റ് തന്നെ കയറിയത് എന്താണെന്ന് അറിയോ? കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ട്രിപ്പ് പോയപ്പോൾ ഒരു അബദ്ധം പറ്റിയായിരുന്നു. കാരണം ഇങ്ങനെ ഹോട്ടൽസ് ഇങ്ങനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി വന്നുകൊണ്ടിരിക്കും, കുറച്ചുകൂടി ബെറ്റർ ആയത് കാണും, കുറച്ചുകൂടി നല്ലത് കാണും എന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റോ ഒന്നുമില്ല, ഒരു ചായ കുടിക്കാൻ പോലും ഒരു കട പോലും ഇല്ല. അപ്പോൾ മനസ്സിലായി നൈസായിട്ട് പണി. ഷോ അന്ന് വിശന്ന് കരിഞ്ഞു പോയി. അതിനുശേഷം നമ്മൾ വലിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല. ഇതേപോലെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ബെറ്ററായ കട കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിൽ നിറയെ മാംഗോ ഷോപ്പുകൾ. ഒരു 10 നമ്മൾ മിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ഷോപ്പിൽ നമ്മൾ നിർത്തി നോക്കിയപ്പോൾ നല്ല മാംഗോകളാണ്, നല്ല വലിയ മാംഗോകളുണ്ട്. കുറേ ടൈപ്പ് മാംഗോസ് ഉണ്ടായിരുന്നു. നമ്മളതിനകത്ത് ഒരു 5-6 കഴിച്ചു നോക്കി. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നി. നല്ല ഫ്രഷ് മാംഗോസ്, നല്ല മധുരമുള്ള മാംഗോസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു 4 കിലോ മാംഗോ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാംഗോസ് ഒക്കെ മേടിച്ചു. പിന്നെ ഈ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഹൊസൂർ എത്താറായി. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ റോഡ് നിറച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റോഡ് നമ്മൾ അകത്തേക്ക് കൂടിയുള്ള റോഡിൽ കൂടിയൊക്കെ പോകേണ്ടി വന്നു. എന്നാലും റോഡുകളൊക്കെ നല്ല ഡീസൻറ്റ് റോഡാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു 100-ലൊന്നും പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ. പക്ഷെ എന്നാലും നല്ല ഗ്രീനറി, നല്ല പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ല റോഡുകളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂരിനോടടുത്ത് എത്തി. ബാംഗ്ലൂർ എത്തിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മുഴുവൻ ട്രാഫിക് ആയിരിക്കുള്ളൂ. എങ്ങും നിർത്താതെ ഓടിച്ചു വന്നതൊക്കെ വെറുതെ തോന്നും. ഓൾമോസ്റ്റ് നമ്മൾ 1 അവർ ട്രാഫിക്കിൽ പോയി ഇവിടെ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള ട്രാഫിക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ മെയിൻ ഗലിയിലേക്ക് കയറി. അവിടെയും ഇതുപോലെ തന്നെ ഇനി പിന്നെ ഓട്ടോക്കാരുടെയും പിന്നെ നടു റോഡിൽ നിർത്തിയിരുന്ന ബസ്സുകളിലേക്കുള്ള അവരുടെയും അക്രമങ്ങളായിരിക്കുള്ളൂ. പിന്നെ ഈ ഓപ്പോസിറ്റ് ഓടിച്ചു വരുന്ന ബൈക്കുകാരുടെയും യൂഷ്വൽ ബാംഗ്ലൂർ ട്രാഫിക് തന്നെ. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ വീടെത്താറായി. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.